യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഷാഫി പറമ്പിൽ എംഎൽഎക്കെതിരെ കേസെടുത്ത് പോലീസ്. അന്യായമായി സംഘം ചേരൽ, ഗതാഗത തടസ്സം സൃഷ്ടിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. വിവരങ്ങൾ VS അനുരാഗ് നൽകും. തിരുവനന്തപുരത്ത് നിന്ന് അനുരാഗ്, വളരെ വലിയൊരു പ്രതിഷേധത്തിലേക്കൊക്കെ തന്നെയായിരുന്നു യൂത്ത് കോൺഗ്രസ് കടന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഫലമായി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ആർക്കൊക്കെതിരെയാണ് കേസ്? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? ഇന്നലെ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരെയാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. തികച്ചും സ്വാഭാവികമായ നടപടിയാണ്. കാരണം പൊതുവീഥികളിൽ ഇത്തരത്തിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് സമരമോ മറ്റ് അന്യായമായി സംഘം ചേരാനോ പാടില്ല എന്നുള്ള ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. ഇത് ലംഘിച്ചുകൊണ്ടാണ് ഇന്നലെ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്നത്. ഇതിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. ഷാഫി പറമ്പിൽ MLA തന്നെയാണ് ഒന്നാം പ്രതി. അന്യായമായി സംഘം ചേരൽ, ഗതാഗത തടസ്സം സൃഷ്ടിക്കൽ എന്നിവയാണ് ഈ കുറ്റങ്ങളായി ചുമത്തിയിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന മറ്റ് 4 യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അതിനൊപ്പം 150 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചായിരുന്നു ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. അനുരാഗ്, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് പോലീസിനെ പ്രകോപപ്പെടുത്തുന്നതിന് വളരെ വലിയ തരത്തിലുള്ളൊരു സമീപനമായിരുന്നു ഈ ഒരു പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിന്റെ തരത്തിലുള്ളൊരു സ്വാഭാവിക നടപടി എന്ന് തന്നെ ഈ ഒരു കേസെടുക്കലിനെ കണക്കാക്കാം, അല്ലേ? പലതരത്തിൽ ഇന്നലെ പ്രകോപനം നടത്താൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമായും കന്റോൺമെന്റ് പോലീസ് SHOക്കെതിരെ ഭീഷണി മുദ്രാവാക്യത്തോടെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഈ ജില്ലാ കമ്മിറ്റിയുടെ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയത്. ഉദ്ഘാടന പ്രസംഗത്തിൽ ഷാഫി പറമ്പിൽ MLAയും ഭീഷണിപ്പെടുത്തിയിരുന്നു. മര്യാദയ്ക്ക് ശമ്പളം വാങ്ങി പോകില്ല എന്നുള്ളതായിരുന്നു ഭീഷണി. അതുപോലെ ഈ മുദ്രാവാക്യത്തിൽ ഈ SHO വീട്ടിൽ കിടന്നുറങ്ങില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ ഭീഷണി. ഈ തരത്തിൽ പല രീതിയിൽ പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. പോലീസിനെ പലതവണ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അപ്പോഴും പോലീസ് സംയമനം പാലിച്ചു. ജലപീരങ്കി മാത്രം പ്രയോഗിച്ചു പ്രതിരോധം തീർത്തത്. പക്ഷേ കുറച്ചുനേരം റോഡ് ഉപരോധിക്കാൻ കൂടി അവർ ശ്രമിച്ചെങ്കിലും പോലീസ് ആ സമയത്തും ഇടപെടാതിരുന്നതോടുകൂടി തന്നെ ഇവർക്ക് പതിയെ പിരിഞ്ഞു പോകേണ്ടി വന്നു എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം കൃത്യമായി അവിടെ ഒരു അക്രമം സൃഷ്ടിക്കുക, സംഘർഷം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ലക്ഷ്യം. പക്ഷേ പോലീസിന്റെ നിലപാട് തുടക്കം മുതൽ സംയമനം പാലിച്ചതുകൊണ്ട് ആ ഒരു ഗൂഢലക്ഷ്യം അത് പാളിപ്പോയി എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ എടുത്തിരിക്കുന്നത് സ്വാഭാവിക നടപടിയാണ്. ഏത് മാർച്ച് ഇത്തരത്തിലുള്ള അന്യായമായി ഏത് മാർച്ച് നടന്നാലും അതിനെതിരെ കേസ് എടുക്കാറുണ്ട്. ആ തരത്തിൽ സ്വാഭാവിക നടപടി മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ശരി, യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഷാഫി പറമ്പിൽ MLAക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. അന്യായമായ സംഘം ചേരലടക്കം ഗതാഗത തടസ്സം സൃഷ്ടിക്കലടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. 150 പേർക്കെതിരെയും കണ്ടാലറിയോ 150 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. വിവരങ്ങളാണ് VS അനുരാഗ് നൽകിയത്.